സംസ്ഥാനത്തെ പാല നിർമ്മാണ പ്രവൃത്തികളിൽ സാങ്കേതിക നടപടിക്രമങ്ങൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ രൂപീകരിക്കും. മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. IIT, NIT തുടങ്ങിയ സ്ഥാപനങ്ങളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തിയാകും പ്രത്യേക സമിതി രൂപീകരിക്കുക. പൊതുമരാമത്ത് വകുപ്പിലെ ചീഫ് എഞ്ചിനീയർമാരെ കൂടി സമിതിയിൽ ഉൾപ്പെടുത്തും. വിവരങ്ങളുമായി മാനസ ചേരുന്നുണ്ട്. മാനസ, ഇന്നായിരുന്നു യോഗം. ആ യോഗത്തിൽ എന്തൊക്കെയാണ് തീരുമാനങ്ങൾ, മറ്റു വിവരങ്ങൾ? ഇന്ന് ചേർന്ന, അതായത് മന്ത്രി പി മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ആ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. സംസ്ഥാനത്തെ പാലം നിർമ്മാണ പ്രവൃത്തികളിലെ സാങ്കേതിക നടപടിക്രമങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് പഠിക്കാൻ ഇപ്പോൾ വിദഗ്ധ സമിതിയെ നിയോഗിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടതായാണ് അറിയിപ്പ് വന്നിട്ടുള്ളത്. IIT, NIT തുടങ്ങിയ സ്ഥാപനങ്ങളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തിയാകും പ്രത്യേക സമിതി രൂപീകരിക്കുക എന്നതാണ് അറിയിക്കുന്നത്. ഒപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പിലെ ചീഫ് എഞ്ചിനീയർമാരെ കൂടി സമിതിയിൽ ഉൾപ്പെടുത്തും. നിലവിൽ PWD മാനുവലിൽ നിഷ്കർഷിച്ച കാര്യങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന കാര്യം സമിതി പരിശോധിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രവൃത്തിയിടങ്ങളിൽ കൂടുതലായി എന്തൊക്കെ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന കാര്യങ്ങളും പരിശോധിക്കണം. ഒപ്പം സമിതി സമയബന്ധിതമായി റിപ്പോർട്ട് നൽകുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും മന്ത്രി അറിയിച്ചു. ഇതോടൊപ്പം തന്നെയാണ് ഇതിനായി പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയാണ് മന്ത്രി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായി റിപ്പോർട്ട് നൽകുന്നുവെന്നത് സെക്രട്ടറി ഉറപ്പാക്കണമെന്ന് തന്നെയാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഒപ്പം പാലം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപകടങ്ങൾ സംഭവിക്കുന്നതിന് ഉപകരണങ്ങളുടെ സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി കാരണമാകുന്നുവെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് ഇതേക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കുവാൻ തീരുമാനമായിട്ടുള്ളത്. ഏതായാലും യോഗത്തിൽ ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ IAS ചീഫ് എഞ്ചിനീയർമാരും തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു. ശരി, സംസ്ഥാനത്തെ പാല നിർമ്മാണ പ്രവൃത്തികളിൽ സാങ്കേതിക നടപടിക്രമങ്ങൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ രൂപീകരിക്കും. മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. അതിൽ IIT, NIT തുടങ്ങിയ സ്ഥാപനങ്ങളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തിയാകും പ്രത്യേക സമിതിയെ രൂപീകരിക്കുക. മാനസയാണ് വിവരങ്ങൾ നൽകിയത്.